അടവി ഇക്കോ ടൂറിസം സ്ഥലം. പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന കുന്നിൻ പ്രദേശത്തെ തണ്ണിത്തോടുള്ള അടവി പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ആഗ്രഹിക്കുന്നവർക്കും കേരളത്തിന്റെ സമ്പന്നമായ ജൈവ വൈവിധ്യവും പാരിസ്ഥിതിക പൈതൃകവും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. കേരളത്തിൽ ആദ്യമായി കുട്ടവഞ്ചി സവാരി തുടങ്ങിയത് അടവിയിലാണ്. വനം, ടൂറിസം വകുപ്പുകൾ ആരംഭിച്ച അടവി ഇക്കോ ടൂറിസം പദ്ധതി കോന്നി ഇക്കോ ടൂറിസം സംരംഭത്തിന്റെ ഭാഗമാണ്. എല്ലാ സന്ദർശകർക്കും മറക്കാനാവാത്ത അനുഭവം നൽകുന്നു. സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മഴക്കാലമാണ്. ഈ സമയത്ത് നദി നിറഞ്ഞൊഴുകുന്നു. കൂടുതൽ മനോഹരവും സാഹസികവുമായ സവാരി ആസ്വദിക്കാൻ കഴിയും. അതിശയകരമായ ഭൂമിശാസ്ത്ര സവിശേഷതകൾ, ശാന്തമായ കാലാവസ്ഥ, ചരിത്ര സവിശേഷതകൾ, തനതായ പാരമ്പര്യങ്ങൾ, പൈതൃകം, സംസ്കാരം എന്നിവയാണ് അനുഗ്രഹീതമായ നമ്മുടെ കൊച്ചു കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പ്രകൃതി പരിസ്ഥിതികളുടെ സന്തുലനാവസ്ഥയെ ബാധിക്കാതെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വ്യാപകമായ ടൂറിസമാണ് ഇക്കോ ടൂറിസം. തദ്ദേശവാസികൾക്ക് നേരിട്ടും അല്ലാതെയും വരുമാനം നൽകുന്നതിനാൽ ബഹുജന ടൂറിസത്തെക്കാൾ കൂടുതൽ സ്വീകാര്യതയാണ് ഇതിന്. സമ്പന്നമായ ജൈവ വൈവിധ്യവും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി പരിസ്ഥിതിയും ഉപയോഗിച്ച് കേരളം ഇപ്പോൾ പരിസ്ഥിതി ടൂറിസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കല്ലാർ നദിയുടെ തെളിഞ്ഞ വെള്ളത്തിലൂടെ സന്ദർശകരെ ശാന്തമായ യാത്രയിലേക്ക് കൊണ്ടുപോകുന്ന ബൗൾ ബോട്ടുകൾ എന്നും അറിയപ്പെടുന്ന ഈ മനോഹരമായ ഇക്കോ ടൂറിസം സ്ഥലം അതിന്റെ സവിശേഷമായ കൊറാക്കിൾ ബോട്ട് റൈഡുകൾക്ക് പേര് കേട്ടതാണ്. 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ നദീതീരത്ത് പച്ചപ്പിന്റെയും പ്രാകൃതമായ പ്രകൃതി ദൃശ്യങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ കാണാം. സന്ദർശകർക്ക് ചെറുതും വലുതുമായ ബോട്ട് റൈഡുകൾ തിരഞ്ഞെടുക്കാം. ഇത് കുടുംബാംഗങ്ങൾക്കും ഒറ്റയ്ക്ക് സാഹസികർക്കും ഒരുപോലെ അനുയോജ്യമായ വിനോദയാത്രയാകുന്നു. കുട്ടവഞ്ചി സവാരി പുറമെ പ്രകൃതി സൗന്ദര്യം പരിവേഷണം ചെയ്യാൻ കഴിയുന്ന പച്ചപ്പ് നിറഞ്ഞ വനങ്ങളിലൂടെയുള്ള ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളും അടവിയിൽ ലഭ്യമാണ്. വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ട്രീ ഹൗസ് സന്ദർശകരെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയിൽ മുങ്ങിക്കുളിച്ചൊരു രാത്രി കഴിയാം. സൂര്യൻ അസ്തമിക്കുമ്പോൾ നക്ഷത്ര നിബിഡമായ ആകാശത്തിന് കീഴിൽ ക്യാമ്പ് ചെയ്യുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു മാന്ത്രിക അനുഭവം തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് കുട്ടവഞ്ചി സവാരി ഉള്ളത്. കുട്ടവഞ്ചി 4 പേർക്ക് ഷോർട്ട് റൈഡ് ട്രിപ്പിന് 400 രൂപയും 4 പേർക്ക് ലോങ് റൈഡ് ട്രിപ്പിന് 800 രൂപയുമാണ് ചാർജ്. കുട്ടവഞ്ചി സവാരിയിലെ ഒരു ത്രില്ലിംഗ് ആണ് യാത്രികരെ വഞ്ചിയിൽ വേഗത്തിൽ ചുറ്റുക എന്നത്. അതിശയകരമായ ഒരു വിനോദം തന്നെ ഇത്. ഞങ്ങളൊന്ന് കറങ്ങാൻ പോവാം.
എന്റെ തലക്കറങ്ങി തലക്കറങ്ങി. അടവി വന്യജീവികളുടെ ഒരു സങ്കേതമാണ്. കോന്നി നദിയിലൂടെ ഒരു ശാന്തമായ ബോട്ട് സവാരി നടത്തുന്നത് കൂടാതെ നിങ്ങൾ വനപാതകളിൽ കൂടി നടക്കുമ്പോൾ ഗാംഭീര്യമുള്ള ആനകളെയും മനോഹരമായ മാനുകളെയും തളിയായ കാട്ടുപന്നികളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പ്രകൃതിയിൽ അലിയാനായ വനത്തിലൂടെ ചുറ്റിത്തിരിയുന്ന ട്രക്കിംഗ് പാതകളുമുണ്ട്. കേരളത്തിലെ സമ്പന്നമായ വനങ്ങളുടെ ഹൃദയഭാഗത്ത് ശാന്തമായ ഒരു വിശ്രമം പ്രദാനം ചെയ്യുന്നതിനാണ് തണ്ണിത്തോട്ടിലെ ടൂറിസം സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സന്ദർശകർക്ക് പരിസ്ഥിതി സൗഹൃദ മുളങ്കുടിലുകളിൽ സമാധാനപരമായ താമസം ആസ്വദിക്കാനും കാൽനടയായി ഇടതൂർന്ന വനങ്ങൾ പര്യവേഷണം ചെയ്യാനും മുള റാഫ്റ്റിംഗ്, ട്രക്കിംഗ്, വന്യജീവി നിരീക്ഷണം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം അനുഭവിക്കാനും കഴിയും. അടവി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായ തണ്ണിത്തോട് വിശ്രമവും സാഹസികതയും വിദ്യാഭ്യാസവും സംയോജിപ്പിക്കുന്ന ഒരു സുസ്ഥിര ഇക്കോ ടൂറിസം കേന്ദ്രമാണ്. ഇനിയും വരാം കാണാ കാഴ്ചകളുമായി.